ഹലോ ഹായ്, ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെൻറ്റർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഷുഗറിനെ കുറിച്ചിട്ടാണ്. അക്യുപഞ്ചർ തിയറി പ്രകാരം പ്രധാനമായിട്ടും നമ്മുടെ നാടുകളിൽ അനുഭവപ്പെടുന്നത് 3 തരത്തിലുള്ള ഷുഗറാണ്. അതായത് എർത്ത് എലമെൻറ്റിനെ ബാധിക്കുന്ന ഷുഗർ, വാട്ടർ എലമെൻറ്റിനെ ബാധിക്കുന്ന ഷുഗർ, വുഡ് എലമെൻറ്റിനെ ബാധിക്കുന്ന ഷുഗർ. അല്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എർത്ത് എലമെൻറ്റിനെ ബാധിക്കുന്ന സ്പ്ലീൻ, അതേപോലെ നമ്മുടെ സ്റ്റൊമക്ക് ചാനലുകൾ. മറ്റൊന്ന് വാട്ടർ ചാനലിനെ ബാധിക്കുന്ന കിഡ്നി, യൂറിനറി ബ്ലാഡർ ചാനൽ. മൂന്നാമത്തേത് വുഡ് എലമെൻറ്റ് എന്ന് പറയുന്ന ലിവർ, ഗോൾ ബ്ലാഡർ ചാനലുകൾ. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ നാടുകളിൽ പ്രധാനമായിട്ടും ഷുഗർ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഷുഗറാണ് നമ്മൾക്ക് വന്നത് എന്ന് പൾസ് ഡയഗ്നോസിസിലൂടെ, ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൃത്യമായ പോയിന്റുകളിലോട്ട് ചികിത്സ വന്നെങ്കിൽ മാത്രമേ ആ ഷുഗർ ബാലൻസ് ആക്കി നിലനിർത്താനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ പാങ്ക്രിയാസിൽ പ്രധാനമായിട്ടും ആൽഫ, ബീറ്റ, ഗാമ സെല്ലുകളാണുള്ളത്. ആൽഫ സെല്ല് ഗ്ലൂക്കോഗോൺ ഉൽപ്പാദിപ്പിക്കും, ബീറ്റ സെല്ല് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതേപോലെ രണ്ടിനെയും ത്വരിതപ്പെടുത്താനായിട്ട് സൊമാറ്റോസ്റ്റാറ്റിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകും. അപ്പോൾ പൊതുവെ ബീറ്റ സെല്ലുകളുടെ നാശം ഉള്ളതിൽ കുറച്ച് അല്പം ഗൗരവകരമായിട്ടുള്ള ഷുഗർ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അക്യുപഞ്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എർത്ത് എലമെൻറ്റിനെ ബാധിക്കുന്ന ഷുഗർ ആണെങ്കിൽ എർത്ത് എലമെൻ്റായിട്ടുള്ള സ്റ്റൊമക് ചാനൽ, അതേപോലെ സ്പ്ലീൻ ചാനൽ, ഇതിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് ഷുഗർ ആണെങ്കിൽ അവർക്ക് മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കായി ഉണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് അവരുടെ ഷുഗർ കാണുക. അതായത് മുറിവുകൾ വന്നാൽ ഒരിക്കലും ഉണങ്ങില്ല. അപ്പോൾ അവരുടെ ഈ സ്പ്ലീൻ ചാനൽ, സ്റ്റൊമക് ചാനൽ അടങ്ങുന്ന എർത്ത് എലമെൻറ്റിൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. മറ്റൊന്ന് വുഡ് ചാനലിനെ ബാധിക്കുന്ന ഷുഗർ ആകുമ്പോൾ അവർക്ക് കാഴ്ച ശക്തിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ അവർക്ക് നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തരിപ്പ്, അതേപോലെ കടച്ചിൽ, നമ്മൾ അലോപ്പതിയിലൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ന്യൂറോപ്പതി, ഇതൊക്കെ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഷുഗറിലാണ്. അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും, കണ്ണിൻ്റെ പ്രയാസങ്ങൾ. ഇതൊക്കെ കാണപ്പെടുന്നത് നമ്മുടെ വുഡ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഷുഗറിലാണ്. മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ വാട്ടർ എലമെൻറ്റിനെ ബാധിക്കുന്ന ടൈപ്പ് ഷുഗറാണ്. അതായത് കേൾവിശക്തി നഷ്ടപ്പെടുക, അതേപോലെ തന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക, നല്ലതുപോലെ യൂറിൻ ഔട്ട്ഫ്ലോ വരിക, എത്ര നമ്മൾ വെള്ളം കുടിച്ചാലും അത് അതേപോലെ തന്നെ മൂത്രമൊഴിച്ച് പോവുക, ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ വരുന്നത് വാട്ടർ എലമെൻറ്റിനെ ബാധിക്കുന്ന ഷുഗറിലാണ്. മാത്രവുമല്ല ഇത്തരക്കാരിലേക്ക് വെള്ളത്തിൻ്റെ ലോസ് കൊണ്ട് അവർക്ക് കാലിൽ കറുപ്പ് കളർ വരാനുള്ള സാധ്യത, അതല്ലെങ്കിൽ വെള്ളം ശരിക്ക് ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് നീര് വരാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വാട്ടർ എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഷുഗറിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏത് ടൈപ്പ് ഓഫ് ഷുഗറാണ്, ഏത് ടൈപ്പ് ഓഫ് എലമെൻ്റാണ് കൂടുതലും ആ ഒരു രോഗി അനുഭവിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. ഉണങ്ങാത്ത മുറിവുകൾ നമുക്ക് ഉണക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ആ വാട്ടർ എലമെൻറ്റ് ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മുടി, മുട്ട്, നഖം, എല്ല്, പല്ല്, ഊര, തൊണ്ട, ഇത്രയും 7 അവയവങ്ങളിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും. നമ്മൾ അതേപോലെ വുഡ് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് കണ്ണ്, നമ്മുടെ മസിലുകൾ, ടെൻഡണുകൾ, അതേപോലെ ബ്രെയിൻ, അതേപോലെ ഞരമ്പുകൾ, നമ്മൾ നാഡി എന്ന് പറയുന്ന ഞരമ്പുകൾ, ഇതിൽ എല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സ്പ്ലീനെ ബാധിക്കുന്ന ഷുഗർ ആണെങ്കിൽ, അതല്ലെങ്കിൽ സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക് അടങ്ങിയിട്ടുള്ള എർത്ത് ചാനലിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് ഷുഗർ ആണെങ്കിൽ ദഹനശക്തിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് കുരുക്കൾ ഉണ്ടാകുക, ശരീരമാസകലം ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുക, അതേപോലെ മുറിവുകൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും എർത്ത് എലമെൻറ്റിനെ ബാധിക്കുന്ന
ഷുഗറിൽ കണ്ടുവരാറ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് വളരെ കൂടുതൽ എഫക്റ്റീവ് ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി ചവച്ചരച്ച് വിശക്കുന്ന സമയത്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ പരമാവധി മാസത്തിൽ ഒരു 20 ദിവസമെങ്കിലും 9 മണിക്ക് പരമാവധി കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. ദാഹം വരുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ഷുഗറിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ആരോഗ്യം നിലനിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെ. നന്ദി.